ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് ആന്ധ്രാക്കാരുടെ സ്പെഷ്യൽ ഫുഡായ ദാൽ റൈസ്. ഇതൊരു വില്ലേജ് റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി, കരിവേപ്പില, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇടണം. ഒരു 7-8 പീസ് ഉണക്കമുളക് ഇടണം. കാരണം ആന്ധ്ര ഫുഡിൽ എരിവ് കൂടുതലായിരിക്കും. ഉണക്കമുളകാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പെരുംജീരകം, പട്ട, ഗ്രാമ്പ്, ചെറിയ ജീരകം, കുറച്ച് ഗ്രാമ്പ് കൂടുതൽ ഇടണം. എന്നാലേ അതിൻ്റെ ഫ്ലേവർ എക്സ്റ്റെൻഡ് ആവുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു 10 പീസെങ്കിലും മിനിമം ഇടണം. എരിവാണ് ആന്ധ്രാക്കാരൻ്റെ ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി. അതിലും ഉണക്കമുളകാണ് അവർക്ക് മെയിൻ. ഇച്ചിരി ലിറ്റിൽ സ്പൈസി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തൈരൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. നമുക്കൊരു 1.5 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നു. പൊടി, മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എണ്ണയായിട്ട് ഉള്ളി നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അരിയും പരിപ്പും യോജിച്ച് കൊടുക്കാം. ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 1 ഗ്ലാസ് പൊന്നിയരിയും കുറച്ച് 1 കൈ പരിപ്പുമാണ്. പരിപ്പ് തൂരം പരിപ്പോ കടലപ്പരിപ്പോ ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആന്ധ്രയിൽ ഇൻറ്റീരിയർ വില്ലേജിൽ ഉള്ളവർ ഉണ്ടാക്കി കഴിച്ചിരുന്ന പഴയ കാലത്തെ വിഭവമാണ്. അരിക്ക് 1 കൈ പരിപ്പ്, അതിന് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 5 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് കുക്കറിൻ്റെ വിസിൽ തുറന്ന് നോക്കിയാലോ. നല്ല ഒരു ദാൽ റൈസ് റെഡി ആയിരിക്കുന്നു. ഇത് ആന്ധ്രയുടെ സ്പെഷ്യൽ ഐറ്റമാണ്. വില്ലേജിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇത് നമുക്ക് ഹോട്ടായിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് എൻ്റെ കൂടുതൽ വീഡിയോസ് ലഭിക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.